ഹായ്. ഇന്നൊരു വിഷമമുള്ള കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യൂട്യൂബിനെ സംബന്ധിച്ചാണ് എനിക്ക് കിട്ടിയൊരു മുട്ടൻ പണിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നാളെ ഒരു കാലത്ത് നിങ്ങൾക്കും ഈ ഒരു പണി വരാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ഇത് ചെയ്യണം. ഓക്കെ, അപ്പം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് വരാം. എനിക്ക് 2 യൂട്യൂബ് ഉണ്ടായിരുന്നു, ഒരു ഷൈജു വ്ലോഗ്, ഒരു ഷൈജു അടൂർ. അപ്പം ഷൈജു അടൂരിൽ ഞാൻ ഷോർട്ടൊക്കെ വല്ലപ്പോഴും ഇടുന്നുണ്ട്. പക്ഷേ ഷൈജു വ്ലോഗ് എന്ന് പറഞ്ഞൊരു പുതിയ യൂട്യൂബ് ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം മോട്ടിവേഷനായി, ഹാഫ് മോട്ടിവേഷനായി 3 മില്യൺ കഴിഞ്ഞു. ഇന്നലെയായിരുന്നു 3 മില്യൺ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ അകത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഫണ്ണീസ് കോമഡീസ്, എൻ്റെ യൂട്യൂബ്സ് വീഡിയോസ് അങ്ങനെയൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതലും എനിക്ക് റീച്ച് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടാണ് റീച്ച് ആയത്. ഒരു 2-3 ഷോർട്ട് 1 മില്യനായി. പിന്നെ അല്ലാതെ ഒരു 2 ലക്ഷം 3 ലക്ഷം അങ്ങനെയൊക്കെയാണ്. കുറച്ച് ഈ ഒരു മാസം കൊണ്ടാണ്, ഒരു 10-20 ദിവസം കൊണ്ടാണ് എനിക്ക് 3 മില്യൺ കംപ്ലീറ്റ് ആയത്. ഞാൻ തുടങ്ങിയിട്ട് ജൂലൈയിലാണ് തുടങ്ങിയത്. ജൂലൈയിൽ തുടങ്ങിയിട്ട് ഒരു 6 മാസത്തോളം ആവുന്നു, 5 മാസം 6 മാസത്തോളം ആവും. അപ്പോൾ ഇന്നലെ അത് മോട്ടിവേഷനായി, ഹാഫ് മോട്ടിവേഷനായി. എന്ത് ചെയ്യാനാണ്, നമുക്ക് ഓരോ ഉണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു വിളിയുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് അഡ്രസ്സ് കാര്യങ്ങളെല്ലാം, പിൻ നമ്പർ എല്ലാം കൊടുത്തു, മൊബൈൽ വെരിഫിക്കേഷൻ കൊടുത്തു, എല്ലാം വന്ന് സെക്കൻഡ് ട്രിപ്പ് പ്രോസസ്സിങ് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പം ഡിലേ വന്നു, 1 hour and 2 hour ഡിലേ വന്നു. അപ്പോൾ വന്നപ്പോഴാണ് അതിൻ്റെ അകത്ത് ഒരു സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ഒരെണ്ണം വന്നത്. അതും 24-ാം തീയതി ഞാൻ അപ്ലോഡ് ചെയ്ത മോർണിംഗ് 6 മണിക്ക് അപ്ലോഡ് ചെയ്ത ഒരു ഷോർട്ടിലാണ് സ്ട്രൈക്ക് വന്നേക്കുന്നത്. എൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക, നമുക്കൊരു കഷ്ടകാലം വന്നുപോയി. അതുവരെ ഒരു സ്ട്രൈക്കും എൻ്റെ ഒരു യൂട്യൂബിൽ അത് വന്നിട്ടില്ല. അന്നേ ദിവസം 24-ാം തീയതി രാവിലെ 6 മണിക്ക് ഞാനൊരു ഷോർട്ട് അപ്ലോഡ് ചെയ്തു. ആ ഷോർട്ടാണ് വൈകിട്ടായപ്പോഴത്തേക്ക് ഇതുപോലെ ഉച്ച കഴിഞ്ഞതിന് ശേഷം മോട്ടിവേഷൻ ആയപ്പോൾ ഞാൻ കൊടുത്തു. രാത്രിക്ക് അത് സ്ട്രൈക്കും വന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് നമുക്ക് മെയിലും കാര്യങ്ങളും എല്ലാം വരും. സ്ട്രൈക്ക് ഇന്നതുപോലെ ഇന്ന വീഡിയോയ്ക്കാണ് എന്ന് പറഞ്ഞ് എക്സ്പയറി ഡേറ്റ് അടുത്ത ഫെബ്രുവരി 22 വരെയാണ്. നമുക്കിട്ട് 3 മാസത്തെ ഡിലേ ആണ് അവർ വെക്കുന്നത്. അപ്പോൾ സ്ട്രൈക്ക് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇട്ടിരുന്ന ഒരു ഷോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് ഞാൻ മിക്കവാറുമുള്ള ഫണ്ണീസ് കോമഡീസ് എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാനത് എൻ്റെ ഒരു ചെറിയൊരു ഇൻട്രഷൻ പോലെ, അല്ലെങ്കിൽ ഒരു ഇത് ചിരിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ഒരു 30 സെക്കൻഡ് ഞാൻ നോർമലായിട്ടൊരു വീഡിയോ എടുത്ത് നോക്കും. എന്നിട്ട് അത് ഗാലറിയിൽ ഇട്ടിട്ട് ഇത് രണ്ടുകൂടെ അറ്റാച്ച് ചെയ്തിട്ട് VN കയറിയിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് പിന്നെ അത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത വഴിക്ക് ഇത് യൂട്യൂബ് കണ്ടുപിടിച്ച തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമ്മൾ മലയാളത്തിൽ എഴുതുന്നത് തമ്പനെയും അല്ലാതെ നമ്മൾ ക്യാപ്ഷൻ ടൈറ്റിൽ എഴുതൂലേ, ടൈറ്റിൽ എഴുതുന്നിടത്ത് ബാഡായിട്ടുള്ള വേർഡുകൾ യൂസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ, നീ പിടിച്ചോ, നീ എടുത്തോ, നിൻ്റെ പീസാണോ, അല്ലെങ്കിൽ നീ പിടിച്ചോ, അങ്ങനത്തെ വേർഡുകൾ വന്നാൽ നമ്മളത് ആൾക്കാരെ അട്രാക്ഷൻ ചെയ്യാനായിരിക്കും നമ്മൾ ആ ഒരു വേർഡ് അവിടെ ഉപയോഗിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ഇത് ടോപ്പിക്ക് കണ്ടാൽ, ഒരു ടൈറ്റിൽ കണ്ടാൽ ആൾക്കാർ നോക്കും ഇതെന്താണെന്നുള്ളത്. അപ്പോൾ അതിനെ ഒരു തമ്പിനെയും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഷോർട്ടാക്കി വെച്ചിട്ടായിരിക്കും ഇതുപോലത്തെ ഒരു ഇത് കൊടുക്കുന്നത്. അപ്പം നമ്മളത് കൊടുക്കുമ്പോൾ ആൾക്കാരെ അട്രാക്ഷൻ ചെയ്യാനാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ അത് ഓപ്പൺ ആയി കഴിയുമ്പോൾ അത് കോമഡി ആയിപ്പോൾ. പക്ഷേ യൂട്യൂബ് അത് സ്ട്രൈക്ക് ചെയ്തു. ഫസ്റ്റ് സ്ട്രൈക്കാണ്, അത് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അങ്ങനെ ഒരു വേർഡ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ വേർഡിനെ സംബന്ധിക്കുന്ന ഒരു ഇതായിരുന്നു ആ വീഡിയോ. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായിരുന്നു, നീ അവിടെ പിടിച്ചോ എന്നാണ്, നീ അവിടെ പിടിച്ചില്ലയോ, അങ്ങനെയാണ് ഞാൻ ക്യാപ്ഷൻ എഴുതിയിരുന്നത്, ടൈറ്റിൽ എഴുതിയിരുന്നത്. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ആ ഒരാൾ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുത്തനും ഒരു പെണ്ണുമാണ്. അപ്പോൾ പെണ്ണ് ഡോക്ടറാണ്, ഡോക്ടറായിട്ട് വന്നതാണ് ഹോസ്പിറ്റലിൽ. അപ്പം പുള്ളിക്കാരൻ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ, കയ്യിലിങ്ങനെ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ഈ പെണ്ണ് കിടന്ന് അലറിയിട്ട് ഇയാളെ കൊങ്ങായി കയറി പിടിക്കുകയാണ്. അതാണ് ആ ഒരു വീഡിയോ.
അത്ര ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡേ ഉള്ള വീഡിയോ. പക്ഷെ അന്നേരം ഞാൻ അതിൻ്റെ അകത്തൊരു ക്യാപ്ഷൻ കണ്ടത് അതാണ്, ഒരു ഇത് കണ്ടിട്ട് ഞാനത് കൊടുത്തു തരും. പക്ഷേ അതും ഇതുകൂടെ തമ്മിൽ ടാലിയായി. അങ്ങനെ ടാലിയായി അത് സ്ട്രൈക്കായി. കാരണം അങ്ങനത്തെ ബാഡ് വേർഡുകൾ യൂസ് ചെയ്യില്ലെന്നാണ് യൂട്യൂബർ പറയുന്നത്. കാരണം നമ്മൾ വേറൊരാളുടെ അടുത്ത് നിന്നെടുത്ത വീഡിയോ ആണ്, ഇൻസ്റ്റാഗ്രാം വഴി എടുത്ത വീഡിയോ ആണ്. നമ്മൾ സ്വന്തമായിട്ട് ഇടുവാണെങ്കിൽ കുഴപ്പമില്ല, അതിന് നോ പ്രോബ്ലം, അത് സ്ട്രൈക്ക് വരില്ല. അതല്ല നമ്മൾ മറ്റുള്ളവരുടെ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന് നമ്മൾ ഫോക്കസ് ചെയ്ത് പകുതി ഫോക്കസും പകുതി അവരും ഫുള്ളായിട്ട് നിൽക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ബാഡ് വേർഡുകൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാഡായിട്ടുള്ള തമ്പനെയിമോ അല്ലെങ്കിൽ ബാഡായിട്ടുള്ള ടൈറ്റിലോ അതുമായിട്ട് സംബന്ധിക്കുന്ന ആ വീഡിയോയ്ക്കകത്ത് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്ട്രൈക്ക് ആവും. അതപ്പോൾ അറിയില്ല, നമുക്ക് മോട്ടിവേഷൻ ആവുന്ന ടൈമിൽ നമുക്കറിയത്തുള്ളൂ. അങ്ങനെ ഒരിത് എനിക്ക് വന്നു. അപ്പം എനിക്ക് ഒത്തിരി വിഷമമുണ്ട്, എന്താ ചെയ്യുക. ഇനിയിപ്പം 7 ദിവസത്തെ സ്ട്രൈക്ക് വന്നാൽ 7 ദിവസത്തെ മോട്ടിവേഷനായി സ്ട്രൈക്ക് ഇത് വന്നാൽ 7 ദിവസത്തേക്ക് നമുക്ക് വീഡിയോയോ ഷോർട്ടോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ബ്ലോക്ക് ആക്കിയിട്ടേക്കുക. അപ്പോൾ കിടക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുക, ഓടിയാൽ നിന്നാൽ നിന്നു, ഇല്ലേ ഇല്ല. അപ്പോൾ നമുക്ക് 7 ദിവസത്തേക്ക് ഇനിയിപ്പോൾ എനിക്ക് ഒന്നും അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റില്ല. 7 ദിവസം കഴിഞ്ഞാലേ എനിക്ക് ഇനി അതിൻ്റെ അകത്ത് അപ്ഡേഷൻ ചെയ്യാൻ പറ്റും. അപ്ഡേഷനായാലും ഷോർട്ടായാലും എന്തായാലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളും ശ്രദ്ധിക്കുക. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ അനുഭവം ഇങ്ങനെ ഉണ്ടാകുന്നത്. ഞാൻ ഫസ്റ്റ് യൂട്യൂബാണ്. അപ്പോൾ ഷൈജു അടൂർ എന്ന് പറഞ്ഞൊരു വേറൊരു യൂട്യൂബുണ്ട്. അത് ഞാനിപ്പോൾ ഒന്ന് റിമൈൻ ചെയ്ത് ഞാൻ പൊടി തട്ടിയെടുത്ത് ഇന്ന് മുതൽ ഷെഡ്യൂൾ ചെയ്തിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത് 7 ദിവസത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ പഴയത് ആദ്യം തുടങ്ങിയത് ഞാൻ ബ്രേക്കപ്പ് ആക്കിയിട്ടിരുന്നതാണ്. അത് ഞാനിപ്പം എടുത്ത് റെഡിയാക്കി റിമൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ അകത്തായി ബാഡായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ വീഡിയോസിലോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ആ ടോപ്പിക്കുമായിട്ട് ബന്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യാതിരിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. കാരണം അത് പിന്നെ സ്ട്രൈക്കിലേക്ക് മാറും. അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ വെള്ളം കോരി മൊത്തം നിറച്ചിട്ട് ലാസ്റ്റിൽ കൊണ്ടുവന്ന് കലവടയ്ക്കുന്ന ആ പരിപാടിക്ക് നിൽക്കരുത്. ഇനി എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കാരണം ഒത്തിരി സന്തോഷിച്ചു. കാരണം 5 മാസം കൊണ്ട് എനിക്ക് ഹാഫ് മോട്ടിവേഷൻ ആവുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. കാരണം അത്രയ്ക്കും കഷ്ടപ്പെട്ട് ഞാൻ അതിൽ തന്നെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തു. മനസ്സിലായില്ലേ? എനിക്ക് 2 യൂട്യൂബ് ഉണ്ടായിട്ടും ഞാൻ ഇതിൽ തന്നെ ഷൈജു വ്ലോഗിൽ തന്നെ ഞാൻ അത്രയ്ക്കും കോൺസെൻട്രേഷൻ ചെയ്തു. പക്ഷേ ലാസ്റ്റിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോൾ 7 ദിവസത്തേക്ക് ബ്രേക്കപ്പാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി വീഡിയോ ഒക്കെ ഇട്ട് ഒന്ന് റീച്ചാക്കി വരണം. ഇനി ആ സ്ട്രൈക്ക് മാറണമെങ്കിൽ 3 മാസം പിടിക്കും. ഇനി ഫെബ്രുവരി 22-ാം തീയതി എനിക്ക് ആ സ്ട്രൈക്ക് മാറത്തുള്ളൂ. അപ്പോൾ സ്ട്രൈക്ക് വന്നാൽ മോട്ടിവേഷൻ്റെ സ്ട്രൈക്ക് വന്നാൽ 3 മാസം കഴിഞ്ഞിട്ട് അത് സ്ട്രൈക്ക് മാറത്തുള്ളൂ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള അനുഭവങ്ങൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞു. ഒത്തിരി ആൾക്കാർ വേറെ അനുഭവങ്ങൾ പറയുന്നുണ്ട് സ്ട്രൈക്ക് വന്നിട്ട്. അപ്പോൾ എൻ്റെ അനുഭവം ഞാൻ നിങ്ങൾക്ക് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ VN കയറ്റിയിട്ട് നിങ്ങളുടെ ഒരു വീഡിയോയുടെ സൈഡിൽ വെച്ചിട്ട് ചെയ്തോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ആ വീഡിയോയിലും ആ ആ ടൈറ്റിൽ എഴുതുന്നതും തമ്മിൽ ടാലി ആവാൻ പാടില്ല. അതിൻ്റെ അകത്തുള്ള ബാഡ് വേർഡുകളോ അല്ലെങ്കിൽ ബാഡ് വീഡിയോസോ ഒന്നും അതിൻ്റെ അകത്ത് കയറാനും പാടില്ല. അപ്പം എൻ്റെത് വെച്ച് കഴിഞ്ഞാൽ അവളെ പിടിച്ചോ, നീ പിടിച്ചോടി, അങ്ങനെയുള്ളതാണ്. അവൻ നിന്നെ പിടിച്ചോടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്യാപ്ഷനും ഈ പിടിയും അതെല്ലാം കൂടെ ടാലി വെച്ചിട്ടാണ് എനിക്ക് സ്ട്രൈക്ക് വന്നേക്കുന്നത്. അങ്ങനെ ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു ബാഡ് വീഡിയോ ഇടാൻ പാടില്ല എന്നാണ് എനിക്ക് സ്ട്രൈക്ക് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾ അതുപോലെ ശ്രദ്ധിക്കുക. കാരണം എല്ലാം കൊണ്ടെത്തിച്ചിട്ട് ലാസ്റ്റിൽ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്ന് കല ഉടയ്ക്കുന്ന പരിപാടി ഒത്തിരി വിഷമമാണ്. എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. പക്ഷേ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളതിനെ തരണം ചെയ്ത് മുന്നേറുക, അതേ നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ തളർന്നു പോകാൻ പാടില്ല. ഇതൊരു തെറ്റ് പറ്റി, ഓക്കെ, ഇനി അടുത്ത ഒരു തെറ്റിലേക്ക് വരാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ കൂടുതൽ ഒന്നുകൂടെ അത് റിക്കവർ ചെയ്ത് മുന്നേറുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പം എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ മറ്റുള്ളവരിലോട് ഇത് പറഞ്ഞു കൊടുക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാവർക്കും എൻ്റെ അടുത്തൊരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യും.
ഇത് മോട്ടിവേഷൻ ആയി കഴിഞ്ഞ് ഞാൻ ഒരു വീഡിയോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നെന്നുള്ളതും ഈ സ്ട്രൈക്ക് മാറിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.